ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എനിക്ക് സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. എൻ്റെ പൊന്നേ, അങ്ങനെ മൂച്ചയുണ്ടോ ഒരുപാട് സംസാരിക്കണം എന്നോട്. എൻ്റെ മക്കളെ നീ അറുക്കുകയാണ് ഉമ്മാന്ന് വെച്ചിട്ട് കരയണം കേട്ടോ മൂച്ചി. എന്തോരം കാറ്റായിരുന്നു എൻ്റെ പൊന്നെ. കാറ്റില്ലാത്തൊരു ഇതിൽ ഭയങ്കര കാറ്റ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ റോഡ് സൈഡിലായത് കാരണമാണ് ഈ നട്ടുച്ചക്ക് അറുക്കണം. പിന്നെ വൈകുന്നേരം ആയാൽ എനിക്ക് ഒഴിവില്ല കേട്ടോ, കാരണം ഒക്കെ ഇപ്പോൾ സെറ്റപ്പാക്കി വെക്കണം. ഇന്ന് പോവാണ്. അപ്പം അതിന് കേട്ടോ ഒരുക്കത്തിലാണ് കേട്ടോ, പോകാനുള്ള ഒരുക്കത്തിൽ മാങ്ങ ഉണ്ടോ, നല്ല വലിയ മാങ്ങകളാണ് കേട്ടോ, അടിപൊളി മാങ്ങകളാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ വന്ന മാങ്ങ, ചക്ക, തേങ്ങ ഒക്കെ അങ്ങ് സെറ്റാക്കി പോകും കേട്ടോ. അങ്ങനെ മിരുങ്ങ പൊടിച്ച് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ കാശിനൊട്ടും ചിലവില്ല കേട്ടോ, എല്ലാ സാധനം പെരൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ഉണ്ട്. ഇവിടെ കാശിന് ചിലവില്ല എന്ന് പറഞ്ഞതും മുരിങ്ങേൻ്റെ ഒക്കെ ഒരു തല്ലൊക്കെ കിട്ടിയിട്ടോ. എൻ്റെ പൊന്നേ, അവിടെ കാശിന് ചിലവില്ല എന്നാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമിഴ്നാട്ടിലെന്ന് പറഞ്ഞാൽ എങ്ങനെ എല്ലാതും നമ്മൾ കറിവേപ്പിൻ്റെ ഇല ആയാലും ഉപ്പ് എന്തായാലും കാശ് കൊടുത്ത് വാങ്ങണം. നമ്മൾ നാട്ടിൽ അങ്ങനെയല്ലല്ലോ, എല്ലാ ഐറ്റംസും നമ്മൾ തൊടുന്ന് അങ്ങനെ വലിച്ചിട്ട് നമുക്കങ്ങനെ വെക്കാം. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അവിടെ ഇവിടെയും രണ്ട് വ്യത്യാസമുണ്ട് കേട്ടോ. അങ്ങനെ മാങ്ങയൊക്കെ സെറ്റപ്പ് ചെയ്തു. അങ്ങനെ തേങ്ങ ഇടാനുള്ള ആൾ വന്നിട്ടുണ്ടായിരുന്നു. തേങ്ങയിട്ട് മാങ്ങയിട്ട് അങ്ങനെ തേങ്ങയും മാങ്ങയൊക്കെ സെറ്റപ്പാക്കി അങ്ങനെ ഒരു മാങ്ങനെ എടുത്തിട്ട് ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിക്കും കേട്ടോ. ഇവിടെ വന്നാലുള്ള അവസ്ഥ ഇതാണ് കേട്ടോ, ഉപ്പും മുളകും അങ്ങ് സെറ്റാക്കി കഴിക്കും. അടുത്ത മാങ്ങ തൊട്ടാൽ മതി, അതങ്ങ് താഴോട്ട് വീഴും കേട്ടോ. അങ്ങനെയാണ് കണ്ടോ, എനിക്ക് ഭാഗ്യമുണ്ട്, കിട്ടി കണ്ടോ കണ്ടോ മാങ്ങ കേട്ടോ. ചെറിയ ഐറ്റംസ് ഒരു വീതം കേട്ടോ. പിന്നെതാ കണ്ടോ, നല്ല ചെറിയ കണ്ണിമാങ്ങ കേട്ടോ. ഇതിലും തന്നെ കേട്ടോ. അങ്ങനെ ഗൈസ് കുറേ മാങ്ങ അറുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്രാവശ്യം നിന്നിട്ട് തിരിയാനുള്ള ടൈം കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ അക്ഷയ സെൻറ്ററിലേക്ക് ഇപ്പോൾ ഡ്രസ്സ് മാറ്റിയതിൻ്റെ ശേഷമാണ് ഈ മാങ്ങയുടെ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തിട്ടില്ലല്ലോ പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ. റോഡ് സൈഡിലാണ് തൈ ഉണ്ടാവില്ലേ വലിയ ഫ്രൂട്ടായിട്ട്, ആ മാങ്ങയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അങ്ങനെ ഇവിടെ എല്ലാ ഐറ്റംസും മാങ്ങ അങ്ങനെ ഇക്കാൻ്റെ കടയിലോട്ട് മാങ്ങ കൊണ്ടുവന്ന് കഴിച്ചിട്ട് അതിൻ്റെ അണ്ടി ഇങ്ങനെ കുഴിച്ചിട്ടതാണ്. അതുണ്ടായതാണ് കേട്ടോ. പെട്ടെന്ന് കഴിക്കും ചെയ്യും, പെട്ടെന്ന് കഴിച്ചിട്ട് നല്ല മധുരമാണ് കേട്ടോ ഫ്രൂട്ട്. മാങ്ങ പഴുത്തിട്ട് ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ കഴിക്കാം, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി മാങ്ങ, അടിപൊളിയാണ് കേട്ടോ. നല്ല വൈബായിട്ട് മാങ്ങ കഴിച്ചിട്ട് കേട്ടോ. പിന്നെ അതാ ഇവിടെ ഉണ്ട് മാങ്ങ കേട്ടോ. കണ്ടോ, അടിപൊളി കണ്ണിമാങ്ങ, ചെറിയിടാൻ പറ്റിയ സൈസിൽ. ഇതൊരു മൂച്ചിട്ടോ, എന്താ എല്ലാം ഉണ്ട്. പിന്നെ എന്താ ആ ഒരു മൂച്ചി പൂക്കളുണ്ട് കേട്ടോ. പിന്നെ കണ്ടോ ഇവിടെ കണ്ടോ, ഇവിടെയും കണ്ണിമാങ്ങ കേട്ടോ. കണ്ണിമാങ്ങ ഒരു സൈസ്, പഴുത്ത മാങ്ങയും കണ്ണിമാങ്ങയും എല്ലാ സൈസ് മാങ്ങകളും ഇവിടെ അങ്ങനെ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാം വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ ഞാൻ അക്ഷയ സെൻറ്ററിലേക്ക് പോയിട്ടോ. 8 മണിയായിട്ടോ തിരിച്ചെത്തിപ്പോൾ അക്ഷയയിൽ പോയാൽ എല്ലാ സ്ഥിതി അറിയാലോ. അങ്ങനെ നിൽക്കേണ്ടി വരും, 1 മണിക്കൂർ 2 മണിക്കൂർ വെറുതെ അങ്ങനെ നിൽക്കും. അക്ഷയയിൽ പോയാൽ സൈറ്റ് ശരിയല്ല പറഞ്ഞങ്ങാണ്ട് കേട്ടോ. അങ്ങനെ അവിടുത്തെ സൈറ്റൊക്കെ ശരിയാക്കിയൊക്കെ സെറ്റപ്പ് ആക്കിയപ്പോഴേ വീട്ടിലെത്തിയപ്പോഴേക്കും 8 മണിയായി. അപ്പോഴേക്കും മോനും എല്ലാവരും റെഡിയായി നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയിട്ടോ കോവയിലോട്ട് അങ്ങനെ പോയിട്ടോ. പോണ വഴിക്കന്നെ തറവാട് എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്ന് നല്ല ചട്ടിച്ചോറ് കഴിക്കണം വിചാരിച്ചു. ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ ചട്ടിച്ചോറ്. അപ്പോൾ ഒന്ന് കഴിക്കണം എന്നൊരു പൂതി. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു കാണാൻ അങ്ങനെ പോണു. എൻ്റെ പൊന്നെ, അതങ്ങ്
കിട്ടിയില്ല കേട്ടോ, അവിടെ ഇല്ല, അന്ന് ലീവായിരുന്നു ഹോട്ടൽ. അങ്ങനെ വേറൊരു ഹോട്ടലിൽ കയറി എൻ്റെ പൊന്നെ. അപ്പോൾ അവിടെ ആണെങ്കിലോ ബിരിയാണി ഉണ്ട്, പൊറോട്ട ഉണ്ട്. അങ്ങനെ ബിരിയാണി പൊറോട്ടയൊക്കെ ഓർഡർ ചെയ്ത് എൻ്റെ പൊന്നെ ബിരിയാണി കൊടുത്തപ്പോൾ മോൻ അങ്ങ് കഴിക്കണില്ല കേട്ടോ, വെള്ളം കുടിച്ച് അങ്ങനെ ഒത്തിരിക്കുകയാണ്. മന്തി റൈസ് വേണമെന്ന് ഒരേ വാശിയിൽ കേട്ടോ. അവന് കഴിക്കാനാണ്, അവന് കഴിച്ചിട്ടില്ലേ നമ്മളെ മനസ്സമാധാനം എന്താവും. അങ്ങനെ ഞാൻ ഇക്കാനങ്ങ് വിട്ടു. ഇക്ക അങ്ങനെ മന്തി റൈസും കൊണ്ട് വന്നിട്ടോ. അങ്ങനെ റൈസും മയോണൈസും കൂട്ടി അവന് ഫുഡ് കഴിച്ചു, ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ വീട്ടിലോട്ട് പോകുമ്പോൾ മനസ്സിൽ ഭയങ്കര തീയാണ് കേട്ടോ. കാരണം എന്തെന്ന് വിചാരിച്ചാൽ പോരുന്ന ടൈമിൽ ഒരുപാട് പണി ഒപ്പിച്ചിട്ടാണ് പോകുന്നത്. കാരണം തിരിച്ച് അങ്ങോട്ട് തന്നെയല്ലേ പോകണേ. ആ പണിയൊക്കെ മൊത്തത്തിൽ തീർക്കണമല്ലോ എന്നൊരു ബേജാറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ. എൻ്റെ വീഡിയോസ് കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ.